ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് ആദരവോടുകൂടി എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 28-ാം തീയതി 333-ാമത്തെ ദിവസത്തിലെത്തി. തോന്നുന്നുണ്ടോ നമുക്ക് ഈ ഭൂമി മണ്ണിൽ നമ്മളൊക്കെ മനുഷ്യ ജന്മങ്ങളാണെന്ന്? ഒട്ടും ആലോചിക്കാതെ ചോദിച്ചതൊന്നുമല്ല. ദൈവമാകാനുള്ള പരിശ്രമത്തിലും ഇനി അത് പറ്റുന്നില്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാൻ വേണ്ടി നടത്തുന്ന മുഴുവൻ ശ്രമങ്ങൾക്കും ഇപ്പുറവും അപ്പുറവും അവശേഷിക്കുന്നത് എന്താണ്? നമ്മളാകാനായിട്ട് മാത്രം നമ്മൾ മറന്നുപോകുന്നു. ഒട്ടും ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ തീരെ പറ്റാതാവുന്നു. പോയി മനുഷ്യനല്ലാതെയായി മാറുന്നു. പ്രിയപ്പെട്ട ഗുരുനാഥനായ മലയാളത്തിലെ മുതിർന്ന എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ സാറിൻ്റെ മനോഹരമായ കൃതിയാണ് പുള്ളിപ്പുലികളും വെള്ളി നക്ഷത്രങ്ങളും. മനുഷ്യജന്മങ്ങൾ ഓരോന്നും ശരിക്കും വെള്ളി നക്ഷത്രങ്ങളാകാൻ വേണ്ടിയുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് കൂടിയുള്ള ക്ഷണമായിരുന്നു. സൃഷ്ടാവിൻ്റെ പദ്ധതിയും ലക്ഷ്യവും എല്ലാം അതായിരുന്നു. വിചിത്രവും വികൃതവുമാണ് പിന്നീടുള്ള കാര്യങ്ങൾ. വെള്ളി നക്ഷത്രങ്ങളായി മാറുന്നില്ല എന്ന് മാത്രമല്ല പോരായ്മയും അതിലെ അപകടവും. പതിയെ മനുഷ്യജന്മവും ജീവിതവും വിട്ട് മനുഷ്യർക്കിടയിലെ പുള്ളിപ്പുലികളായി ആരൊക്കെയോ മാറും. 37 വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തുകാരൻ മലയാള ഭാഷയ്ക്ക് നൽകിയ കൃതി ഇന്നും എത്രയോ പ്രസക്തമാണ്, പ്രാധാന്യമുള്ളതാണ്, സാങ്കത്യം നിറഞ്ഞതാണ്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ പിന്നാലെ കൂടി പുലരിയാത്രകൾ നമ്മളിങ്ങനെ നടത്തി വരികയാണ്. ഇതെവിടെയാണ് അവസാനിക്കുന്നത്? കിട്ടിയ അവസരം ഉപയോഗിച്ച് സ്വയം ദൈവമായില്ല എന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയായി കാണേണ്ടത്. അദ്ദേഹം നല്ലൊരു മനുഷ്യനായി നിലനിന്നു എന്നതുകൂടിയാണ്. ഞാൻ വെറും ഒരു മനുഷ്യനല്ലേ, പാവം മനുഷ്യൻ, വീണുപോയതും പോകുന്നതും സ്വാഭാവികമല്ലേ, ബലഹീനനല്ലേ ഞാൻ എന്നൊക്കെ ഒരാൾ അയാളെ തന്നെ ന്യായീകരിക്കുന്നത് നമുക്കിടയിൽ പതിവല്ലേ, സുപരിചിതമല്ലേ? മനുഷ്യജന്മം എന്നത് ഇത്രയും ദുർബലവും വഴുതി വീഴുന്നതുമൊക്കെയാണോ? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ ആയിരുന്നു സ്രഷ്ടാവിൻ്റെ ശ്രേഷ്ഠ ജോലികൾ എന്നും വേഗത്തിൽ മറന്നുപോയ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ പുസ്തകത്തിലൂടെ സഞ്ചരിച്ച് ജോസഫിൻ്റെ ജീവിതത്തെ ഒന്ന് തൊട്ടറിയാൻ ശ്രമിക്കണം. മനുഷ്യനാകൂ, വിശുദ്ധനാകൂ എന്നതാണ് ആഹ്വാനം. സ്വന്തം തനിമയിൽ നിലനിൽക്കുക എന്നതും എന്തുമാത്രം പ്രാധാന്യമുള്ളതാണ്. എം മുകുന്ദൻ്റെ മനോഹരമായൊരു കഥയുണ്ട് മലയാളത്തിൽ. പ്ലാസ്റ്റിക് എന്നാണ് കഥയുടെ ടൈറ്റില്. ഇട്ടുണ്ണി നായർ ഗ്രാമത്തിൽ പൂക്കട നടത്തുകയാണ്. ഒരു നാൾ കറുത്ത കണ്ണട വെച്ച ഒരാൾ ഗ്രാമത്തിലെത്തി, പ്ലാസ്റ്റിക് പൂക്കളുമായി. എല്ലാവരും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പുറകെയാണ്. പാവകളും കിളികളും പൂക്കളുമെല്ലാം ഒറിജിനലിനെ വെല്ലുന്നു. എന്തിനേറെ, നാടുവാഴിക്ക് പോലും മുറ്റത്ത് നിന്ന കൊമ്പന് പകരം ഇപ്പോൾ പ്ലാസ്റ്റിക് കൊമ്പനാണ്. പട്ടയും ഓലയും ഭക്ഷണവും ഒന്നും ചെലവാകില്ലല്ലോ. ഇട്ടുണ്ണി നായരുടെ പൂക്കടയിൽ ഇപ്പോൾ ആൾക്കാർ വരാറേയില്ല. പതിവായി മുല്ലപ്പൂ ചൂടിയിരുന്ന സ്വന്തം പെൺമക്കൾ പോലും പ്ലാസ്റ്റിക് പൂക്കൾ മുടിയിൽ തിരുകി. പട്ടിണിയും പരിവട്ടവുമായി ഇട്ടുണ്ണി നായർ ഒടുവിൽ ആ കറുത്ത കണ്ണട വെച്ച കടക്കാരനോട് പറയുകയാണ്, ഒരു ഇട്ടുണ്ണി നായരെ ഉണ്ടാക്കിക്കൊണ്ടുവരാമോ? വിശപ്പും ദാഹവും അറിയാത്ത, മിണ്ടാത്ത ഒരു ഇട്ടുണ്ണി നായരെ. അടുത്ത ദിവസം അയാൾ എത്തി, ഒരു പ്ലാസ്റ്റിക് ഇട്ടുണ്ണി നായരെയും കൊണ്ട്. നാട്ടുകാർ മൂക്കത്ത് വിരൽ വെച്ച് പോയി. ഹോ, അതിശയമായിരിക്കുന്നു,
ശരിക്കും ഇട്ടുണ്ണി നായരി തന്നെ. ഏതാണ്ട് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതവും സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യത്വത്തിൽ തനിമയിൽ നിലനിൽക്കാനായിട്ട് വൈകിയ വേളയിൽ നല്ലൊരു പ്രാർത്ഥന ആരംഭിച്ചേ മതിയാവും. ആമേൻ.